ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 2 ഗീതാ വിഷയ സംഗ്രഹം. ശ്ലോകം 17. അവിനാശീ തു തത്യുക്തി യേന സർവമിദം തതം വിനാശമവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി. വിവർത്തനം. ശരീരത്തിലെങ്ങും വ്യാപിച്ചിരിക്കുന്ന ആ സത്തയ്ക്ക് നാശമില്ലെന്ന് നീ അറിയുക. ആ അനശ്വരനായ ആത്മാവിനെ നശിപ്പിക്കാൻ ആർക്കും സാധിക്കുകയുമില്ല. ഭാവാർത്ഥം: ശരീരത്തിലെങ്ങും വ്യാപൃതനായിട്ടുള്ള ആത്മാവിന്റെ യഥാർത്ഥ സ്വഭാവത്തെ വർണ്ണിക്കുന്നതാണ് ഈ ശ്ലോകം. ശരീരത്തിലെങ്ങും വ്യാപിച്ചിരിക്കുന്നതെന്തെന്ന് ഏതൊരാൾക്കും അറിയാം. ബോധം അഥവാ പ്രജ്ഞയാണത്. ദേഹത്തിന്റെ ഒരു ഭാഗത്തോ എല്ലാ ഇടത്തുമോ ഉള്ള വേദനകളെയോ സുഖാനുഭൂതികളെയോ പറ്റി എല്ലാവരും ബോധവാന്മാരാണ്. ബോധത്തിന്റെ വ്യാപ്തി ഒരാളുടെ ശരീരത്തിൽ ഒതുങ്ങി നിൽക്കുന്നു. ഒരാളുടെ ശരീരത്തിൽ ലേശുന്ന വേദനയോ സുഖമോ മറ്റൊരാൾക്ക് അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ട് ഓരോ ശരീരവും ഓരോ ജീവാത്മാവിന്റെ മൂർത്തിത് ഭാവമാണ്. ആ ആത്മാവിന്റെ സാന്നിധ്യത്തിന് തെളിവാണ് ദേഹത്തിൽ കുടികൊള്ളുന്ന വ്യക്തിപരമായ അവബോധം. ഒരു മുടിനാരിഴയുടെ തുമ്പിന്റെ 10,000-ൽ-1 മാത്രമേ ജീവാത്മാവിന് വലിപ്പമുള്ളൂ എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ശ്വേതാശ്വതരോപനിഷത്ത് 5:9 ഇത് വ്യക്തമാക്കുന്നു. ബാലാഗ്ര ശതഭാഗസ്യ ശതദാ കൽപ്പിതസ്യ ച ഭാഗോ ജീവ സ വിജ്ഞേയ സ ചാനന്ധ്യായ കൽപ്പതേ. തലനാരിന്റെ അറ്റം 10,000-ആയി വിഭജിച്ചാൽ എത്ര വലിപ്പം വരുമോ അത്രമാത്രമാണ് ജീവാത്മാവിന്റെ വലിപ്പം. അതുപോലെ കേശാഗ്ര ശതഭാഗസ്യ ശതാംശ സാധ്യ ശാത്മകഃ ജീവഃ സൂക്ഷ്മസ്വരൂപോയം സംഖ്യാതീതോ ഹി ചിത്കണഃ. മുടിയുടെ തുമ്പിന്റെ 10,000-ൽ-1 മാത്രം വലിപ്പമുള്ള കണക്കറ്റ ജീവാത്മ കണങ്ങളുണ്ട്. ഭൗതിക കണങ്ങളെക്കാൾ ചെറുതായ ജീവാത്മാവ് ആത്മീയ കണമാണ്. അവ നിരവധിയുണ്ട് താനും. ഭൗതിക ശരീരത്തിന്റെ അടിസ്ഥാന തത്വമാണ് ഈ ചെറിയ ആത്മീയ സ്ഫുലിംഗം. ഔഷധത്തിന്റെ വീര്യം ശരീരത്തിൽ വ്യാപിക്കുന്നത് പോലെ ഈ ആത്മീയ സ്ഫുലിംഗത്തിന്റെ പ്രഭാവം ശരീരത്തിൽ എല്ലായിടത്തും എത്തിച്ചേരുന്നു. ആത്മാവിന്റെ ഈ പ്രഭാവം അവബോധമായി ശരീരത്തിലെങ്ങും അനുഭവപ്പെടുന്നു. ഇത് ആത്മാവിന്റെ സാന്നിധ്യത്തെ കുറിക്കുന്നു. ബോധം നഷ്ടപ്പെട്ട ശരീരം ശവമാണെന്നും ഭൗതികമായ ഏതു പരിചരണത്തിനും അതിൽ ബോധം ഉണർത്താനാവില്ലെന്നും ഏതൊരു പാമരനും അറിയാം. അതുകൊണ്ട് ഭൗതിക പദാർത്ഥങ്ങളുടെ ഏതെങ്കിലും അളവിലുള്ള സമ്മിശ്രണത്തിൽ നിന്നല്ല പ്രജ്ഞയുടെ ഉദ്ഭവം. അത് ആത്മാവിന്റെ സമ്പർക്കത്തിൽ നിന്നാണ് വരുന്നത്. 3:19 അണുമാത്രനായ ആത്മാവിന്റെ പരിമാണം മുണ്ടകോപനിഷത്തിൽ കുറച്ചുകൂടി വ്യക്തമാക്കുന്നു. ഏഷോണുരാത്മാ ചേതസാ വേദിതവ്യോ യസ്മിൻ പ്രാണ പഞ്ചധാ സംവിവേശ പ്രാണൈശ്ചിത്തം സർവമോദം പ്രജാനാം യസ്മിൻ വിശുദ്ധേ വിഭവത്യേഷ ആത്മാ. പരമാണുപ്രായനായ ആത്മാവിനെ തികഞ്ഞ ബുദ്ധിശക്തി കൊണ്ട് അറിയാവുന്നതാണ്. ഇത് പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ എന്നീ 5 വിധം വായുഭേദങ്ങളിൽ പൊങ്ങിക്കിടക്കുന്നു. ജീവനുള്ളവയുടെയെല്ലാം ഹൃദയത്തിൽ കുടിയിരുന്നു കൊണ്ട് ശരീരത്തിലെങ്ങും അതിന്റെ പ്രഭാവം ചെലുത്തുന്നു. 5 വിധം ഭൗതിക വായുക്കളുടെ മാലിന്യത്തിൽ നിന്ന് വിമുക്തനാകുമ്പോഴാണ് അതിന്റെ ആത്മീയ പ്രഭാവം വെളിപ്പെടുന്നത്. വിശുദ്ധമായ ജീവാത്മാവിനെ ആവരണം ചെയ്ത് ചലിക്കുന്ന ഈ വായു പഞ്ചകത്തെ വ്യത്യസ്തങ്ങളായ ആസനമുറകളുടെ സഹായത്താൽ നിയന്ത്രിക്കലാണ് ഹഠയോഗത്തിന്റെ ലക്ഷ്യം.
ഭൗതികമായ ഒരു നേട്ടത്തിനും വേണ്ടിയുള്ളതല്ല ഈ യോഗം. ഭൗതിക അന്തരീക്ഷത്തിലെ കുരുക്കുകളിൽ നിന്ന് അണുമാത്രനായ ആത്മാവിനെ മോചിപ്പിക്കുക എന്നതാണ്. അണുരൂപനായ ജീവാത്മാവിന്റെ ഘടന ഇങ്ങനെയെന്ന് എല്ലാ വൈദിക ഗ്രന്ഥങ്ങളും പറയുന്നു. ബുദ്ധിയുള്ള ഏതൊരാൾക്കും അനുഭവം മുൻനിർത്തി അത് സത്യമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്യും. ഈ അണ്വാകാരനായ ജീവാത്മാവിനെ സർവവ്യാപിയായ വിഷ്ണു തത്വമെന്ന് കരുതാൻ മൂഢന്മാർക്ക് മാത്രമേ കഴിയൂ. ജീവാത്മ പ്രഭാവം ഒരു പ്രത്യേക ശരീരത്തിൽ മാത്രം വ്യാപ്തമാണ്. അണുമാത്രനായ ഈ ആത്മാവ് എല്ലാ ജീവികളുടെയും ഹൃദയത്തിൽ വാഴുന്നു എന്ന് മുണ്ടകോപനിഷത്ത് സിദ്ധാന്തിക്കുന്നു. ഈ സൂക്ഷ്മാണുവിനെ അളന്നു തിട്ടപ്പെടുത്തൽ ഭൗതിക ശാസ്ത്രജ്ഞന്മാരുടെ കഴിവിനതീതമാണ്. അതുകൊണ്ട് അവരിൽ ചിലർ അങ്ങനെ ഒരാത്മാവില്ലെന്ന വിഡ്ഢിത്തം കലർന്ന വാദം ഉന്നയിക്കുന്നു. തീർച്ചയായും അണുമാത്രനായ ജീവാത്മാവ് പരമാത്മാവോടുകൂടി ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജമത്രയും അവിടെ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യുന്നു. ശ്വാസകോശങ്ങളിൽ നിന്ന് പ്രാണവായു ഉൾക്കൊണ്ട് നീങ്ങുന്ന രക്താണുക്കൾക്ക് ഊർജം പകർന്നു കൊടുക്കുന്നത് ആ ജീവാത്മാവാണ്. ജീവാത്മാവ് ഈ സ്ഥാനത്ത് നിന്ന് മാറിയാൽ രക്തോൽപാദനത്തിനുള്ള ശരീരത്തിന്റെ ശക്തി നഷ്ടമാകുന്നു. വൈദ്യശാസ്ത്രം ചുവന്ന രക്താണുക്കളുടെ പ്രാധാന്യത്തെ അംഗീകരിച്ചിട്ടുണ്ട്. എങ്കിലും ഊർജത്തിന്റെ ഉറവിടം ആത്മാവാണെന്ന് തീർത്തു പറയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ശാരീരിക ശക്തികൾക്കെല്ലാം ആ സ്ഥാനം ഹൃദയമാണെന്ന് ആധുനിക വൈദ്യശാസ്ത്രം സമ്മതിക്കുന്നുണ്ട്. പരമപുരുഷന്റെ ഈ അംശങ്ങളെ സൂര്യപ്രകാശത്തിന്റെ തന്മാത്രകളോട് ഉപമിക്കാം. എണ്ണമറ്റ ദീപ്താണുക്കളുണ്ട് സൂര്യപ്രകാശത്തിൽ. അതുപോലെ പരമപുരുഷന്റെ പ്രകാശരശ്മികളിലെ ആണവ സ്ഫുലിംഗങ്ങളാണ് ഭഗവദംശങ്ങൾ. പ്രഭ അഥവാ ഉത്തമ ശക്തി എന്ന പേരിൽ ഇതറിയപ്പെടുന്നു. അതുകൊണ്ട് വൈദിക വിജ്ഞാനം, ആധുനിക ശാസ്ത്രം ഇവയിലേത് അംഗീകരിച്ചാലും ആത്മാവിന്റെ സാന്നിധ്യം ശരീരത്തിലില്ല എന്ന് പറയാൻ സാധ്യമല്ല. പരമദിവ്യോത്തമ പുരുഷൻ സ്വയം തന്നെ ഭഗവത്ഗീതയിലൂടെ ആത്മാവിന്റെ ശാസ്ത്രം വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.